ആ വീട്ടിലേക്ക് തേജസ് രാജ് വന്നത് പെട്രോളുമായി മാത്രം. തന്റെ പ്രണയം നിരസിച്ച യുവതിയെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം. 3 ബോട്ടിലുകളിൽ പെട്രോൾ വാങ്ങി. അതിലൊന്ന് കാറിൽ സൂക്ഷിച്ചു. കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥി ഉളിയക്കോവിൽ സ്വദേശി ഫെബിനാണ് മരിച്ചത്. പ്രതി തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഫെബിൻ ജോർജിനെ കൊന്ന് ജീവനൊടുക്കിയ തേജസ് രാജ് ലക്ഷ്യമിട്ടത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരി ഫ്ലോറിയയാണ്. കൊലയ്ക്ക് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ തേജസ് രാജും ഫ്ലോറിയയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതാണ്. എന്നാൽ വിവാഹത്തിൽ നിന്ന് ഫ്ലോറിയയും കുടുംബവും പിന്മാറിയത് പകയ്ക്ക് കാരണമായി. തേജസ് പെട്രോളുമായി വീട്ടിലെത്തിയത് ഫ്ലോറിയയെ ലക്ഷ്യമിട്ടെന്ന് കരുതുന്നു. വീട്ടിനുള്ളിൽ പെട്രോൾ ഒഴിച്ചെങ്കിലും കത്തിച്ചില്ല. തേജസ് വീട്ടിലെത്തുമ്പോൾ പേരയ്ക്ക അരിയുകയായിരുന്ന ഫെബിന്റെ അച്ഛന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു. ഈ കത്തിയെടുത്താണ് തേജസ് ഫെബിനെ കുത്തിയത്. ഇതിന് പിന്നാലെ നഗരത്തിനടുത്ത് ചെമ്മാൻമുക്കിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടിവന്ന് വീണപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത്. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സംഭവ സമയം യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയത് പർദ്ദ ധരിച്ചെന്ന് കൊല്ലപ്പെട്ട ഫെബിന്റെ അമ്മ ഡെയ്സിയും വെളിപ്പെടുത്തി. കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന ഉടനെ തേജസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. കറുത്ത തുണി മാറ്റിയപ്പോൾ മുഖം വ്യക്തമായി തന്നെ കണ്ടു. കയ്യിലുണ്ടായിരുന്ന പെട്രോൾ തേജസ് വീടിനുള്ളിൽ ഒഴിച്ചു. തുടർന്നായിരുന്നു ആക്രമണമെന്ന് അമ്മ ഡെയ്സി പറഞ്ഞു. ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെ തേജസ് നടന്നുപോയെന്നും അമ്മ ഡെയ്സി കൂട്ടിച്ചേർത്തു. അതേസമയം തേജസിനെ കുറിച്ച് മോശം അഭിപ്രായം നാട്ടുകാരോ ബന്ധുക്കളോ പറയുന്നില്ല. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അയൽവാസികളുമായും നല്ല ബന്ധത്തിലായിരുന്നു. തേജസും ഫെബിന്റെ സഹോദരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു. ഇതിൽ നിന്ന് പിന്മാറിയതിനാണ് തേജസിന് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിനുശേഷം യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചിരുന്നു. യുവതിയെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കാറിലെത്തിയ ആളാണ് ആക്രമിച്ചതെന്നും ഇയാൾ പർദ്ദയാണ് ധരിച്ചിരുന്നത് എന്നാണ് ഫെബിന്റെ പിതാവ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പ്രതി തേജസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ സംഭവത്തിലെ ദുരൂഹതകളെല്ലാം നീങ്ങുകയും ചെയ്തു. ആ കാറിൽ തേജസ് രാജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് വ്യക്തമായി. തേജസ് രാജിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഫെബിൻ ജോർജിന്റെ അച്ഛൻ ജോർജ് ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാത്രി 7ഓടെയാണ് കൊല്ലം നഗരത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രതി നേരത്തെ അടുപ്പത്തിലായിരുന്നു. ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ. തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. കാലക്രമേണ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് പ്രതിയെ പ്രകോപിപ്പിച്ചു. തേജസ് രാജിന്റെ ശല്യം തുടർന്നതോടെ വീട്ടുകാർ വിലക്കുകയും ചെയ്തു. പല പ്രാവശ്യം ഇതേച്ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൊലപാതകം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു.